അതാവൻ ഡീസൽ ഒഴിച്ച് ഓട്ടോ ഓടിക്കാനുള്ള സംവിധാനം വരും. പിന്നെ നീ പോയിട്ട് മണികണ്ഠനോട് ഇങ്ങോട്ട് വരാൻ പറയും. അപ്പൊ നമ്മളും പണക്കാരാവും. മണിയേട്ടാ ഒന്ന് കേട്ടോന്നേ. എന്താ വാന്ന് പിന്നെ സത്യം പറയണം, കണിയാരെ ചാക്കിട്ട് എന്റെ ജാതകം പൊരുത്തമല്ലെന്ന് നീ മനഃപൂർവ്വം പറയിച്ചല്ലേ? ഞാനോ? ഹേയ്, എന്തെങ്കിലും തമാശ പറയുമെന്നല്ലാതെ ഇത്തരം ഫ്രോഡ് പരിപാടികളൊന്നും എനിക്കില്ല. മര്യാദക്ക് ചോദിച്ചാ നീ സത്യം പറയില്ലല്ലേ? ഏതവസ്ഥയിലും ഞാൻ സത്യം മാത്രമേ. നിന്റെ അപ്പുറത്തോനെ കൊണ്ട് ഞാൻ പറയിക്കും. ഞാൻ പറഞ്ഞ സത്യമാണ്. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ കൊണ്ട് നോക്കിച്ചൂടി. നോക്കിക്കുന്നുണ്ടാ, എന്നിട്ട് ഞാൻ വരുന്നുണ്ട് നിന്നെ ഒന്നുകൂടെ കാണാൻ. നീ മിണ്ടണ്ട. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്ന് ഇവൻ തന്നെ പറയും. എന്താ പ്രശ്നം? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ലാതെ ഒന്നുമല്ല. അവനെന്താ വട്ട? സത്യം പറയടാ. സ്റ്റാൻഡ് വന്നാ നിന്നെ അവൻ തല്ലിയത്. അതിന്റെ കാര്യം എന്താന്ന് ഞങ്ങൾ കൂടി അറിയണം. പറയടാ. ഒന്നുമില്ല. അതെ, ഞാനും അവന്റെ പെങ്ങളും തമ്മില് സ്വല്പ പ്രേമത്തില. അതിനെന്താ തല്ലണോ? ഈ നാട്ടിൽ ഒരു ഓട്ടോ ഡ്രൈവർക്ക് പ്രേമിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഓട്ടോയിൽ ലാലേട്ടൻ പ്രേമിക്കുന്നുണ്ടല്ലോ. നീ വാടാ, എടുക്കണ വണ്ടി. സാരമില്ല, ഇതൊന്നും വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. മണികണ്ഠ, ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല, ഓട്ടോ ഡ്രൈവേഴ്സിന്റെ മൊത്തം അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും പ്രശ്നമാണ്. അത് അല്ലെങ്കിൽ ഇറങ്ങി വാടാ. അതെ, വേണ്ട, വെറുതെ. ഇതിപ്പോ നിന്റെ മാത്രം പ്രശ്നമില്ല. ഇറങ്ങിയില്ലെങ്കിൽ നിന്നെ ഇനി ഞങ്ങൾ തല്ലും. വാടാ, ഞാൻ വരാം. അവൻ വണ്ടി കയറിയിരിക്കുന്നുണ്ട്. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമൊന്നോ? ഓട്ടോ സ്റ്റാൻഡിൽ ഡ്രൈവറെ തല്ലിയാൽ ആരും ചോദിക്കൂലെന്ന് കരുതിയോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീയൊന്നും പറയണ്ട. എന്താ അവൻ ചെയ്ത തെറ്റ്? നിങ്ങളുടെ പെങ്ങളെ പ്രേമിച്ചതോ? വീട്ടിൽ കയറി നിരാശം പറഞ്ഞാ നീ വഴുക്കിലൊന്നും പോണ്ട. പ്രേമിക്കുന്ന തെറ്റൊന്നുമല്ല, പ്രേമിച്ച പെണ്ണ് കെട്ടാതിരിക്കുന്ന തെറ്റ്. ഒരു പെണ്ണിനെ പോറ്റാനുള്ള യോഗ്യ ഇവനുണ്ട്. ഇറക്കി വീറോ പെങ്ങളെ. നാളാവാതെ ഇറങ്ങി നോക്കടാ. അപ്പൊ കാണിച്ചുതരാം ഞങ്ങൾ ആരാണ്. പോവാം. വരട്ടടാ, രണ്ടിലും നടന്നിട്ട് തന്നെ പോവാം. രണ്ടിലൊന്നും തീരുമാനിക്കാൻ നോക്കി രണ്ടാമത് ഒന്നുകൂടി വരാം. മണികണ്ഠൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ പോവാ. അതെ, വരണടാ. നേരെ എന്തൊക്കെ ഈശ്വരെ കേക്കണത്? ഒക്കെ കരുതിക്കുട്ടി ചെയ്യുന്നതാ. ആരെന്നറിയോ? അച്ഛന്റെ പുന്നാര മകൻ മാധവൻകുട്ടി. ആ, അമ്മുന്റെ കല്യാണം തീരുമാനിച്ചതേ തള്ളയ്ക്ക് മകന് സഹിച്ചിട്ടുണ്ടാവില്ല. ഇത് ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മാഷ് എന്തായി പറയണേ? എല്ലാ കാര്യങ്ങളും സമ്മതിച്ച് സത്യം ചെയ്ത് കയ്യിലടിച്ചത് മാഷ് തന്നെയല്ലേ? അതെ, ഞാൻ തന്നെയാ. ഇപ്പൊ സമ്മതിക്കില്ല എന്ന് പറയണതും ഞാൻ തന്നെയാ. എന്താ ഇനി തന്നെ കയ്യിലടിക്കണോ? കള്ളുടിച്ചുകൊണ്ട് സ്കൂളിൽ പടി കിടക്കരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് പറ്റില്ലെങ്കിൽ നേരത്തെ തന്നെ പണ്ടാളം കാര്യമില്ലേ? വേണ്ട മാഷെ, വഴക്കൊന്നും പറയണ്ട. ഒക്കെ എന്റെ തലയിലെഴുത്ത. എന്ത് കുറ്റം ചെയ്ത ഈശ്വര നീ ഞങ്ങളെങ്ങനെ പരീക്ഷിക്കുന്നത്? ഈ കുട്ടിയുടെയും ഈ പാവം തള്ളയുടെയും മുഖത്ത് നോക്കിയിട്ട് തനിക്കിത് എങ്ങനെ പറയാൻ തോന്നി? ആരുടെ മുഖത്ത് നോക്കാനുള്ള സമയം എനിക്കിപ്പോഴില്ല. പറയേണ്ടത് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ കുട്ടിയുടെ ഭാവിയുടെ പ്രശ്ന അതും മറക്കരുത്. അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല, താനാ. പിന്നെ നിർബന്ധമാണെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. റിട്ടയർഡ് ചെയ്ത് വീട്ടിൽ ഇരിക്കുമ്പോ എനിക്കൊരു കൂട്ടാകുമല്ലോ. എടോ, അയ്യോ വേണ്ട മാഷെ, വേണ്ട. ഇതിന്റെ പേരിൽ ഒരു ഗുരുത്വദോഷം കൂടി എന്റെ മോക്ക് വരണ്ട. ഇറങ്ങിപ്പോണോ എന്റെ മുമ്പിന്ന്? ഞാൻ ഇറങ്ങിപ്പോണോ അല്ലേ? പോവാ, വരട്ടെ. ഒരു ഉപദേശം. എടോ പിഷാരടി, പിഷാരടി. ഇനി ആള് ഷാപ്പിലായിരിക്കും. വഴിയില്ല, രാത്രി ഉറങ്ങുന്നത് വീട്ടിൽ തന്നെയാണെന്നാ കേട്ടിട്ടുള്ളത്. പറഞ്ഞു പറ്റിച്ചിട്ട് വാതിലും പൂട്ടി അകത്തിരിക്കാതെ ഇറങ്ങി വാളോ പിഷാരടി. റിട്ടയർഡ് ആയാൽ കൂട്ടിന് എനിക്ക് ആരെയാ വേണ്ടത്? അതാണോ കാര്യം? പറഞ്ഞ വാക്ക് മാറ്റി പറയുന്നത് തറവാട്ടി പറഞ്ഞ ആൺകുട്ടികൾക്ക് ചേർന്നല്ല മാഷെ. കണിയാരെ കൂട്ടുപിടിച്ച് കള്ളജാതം ഉണ്ടാക്കി പെമ്പിള്ളാരെ തട്ടിയെടുക്കുന്നതായിരിക്കും.
ആണുങ്ങൾക്ക് ചേർന്ന പണി. ഓഹോ, അപ്പൊ ഇതൊക്കെ നിന്റെ കളിയായിരുന്നല്ലേ? അതേടാ, എന്റെ കളി തന്നെയാ. നിനക്ക് ചുണയുണ്ടെങ്കിൽ പിഷാരി മാഷിനെ കൊണ്ട് ലീവ് എടുപ്പിച്ച് നീ അവർക്ക് ജോലി കൊടുപ്പിക്കും. കൊടുപ്പിക്കൂടാ. ലീവല്ല, വേണ്ടി വന്നാൽ ഇയാളെ കൊന്നിട്ടായാലും ഞാൻ രാധികയ്ക്ക് ജോലി കൊടുപ്പിക്കും. നമുക്ക് കാണാം. കാണാം, കാണാം, കാണും, കണ്ടിരിക്കും. നീ വണ്ടിയിട്. യുദ്ധം തുടങ്ങിയിരിക്കുന്നു മാധവൻകുട്ടി. ഇനി എനിക്ക് വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരിക്കും. നിക്കറ്. എന്താ ഇന്ന് കൂട്ടാൻ? നിന്റെ മോനെന്ത് കൃഷ്ണൂട്ടി? എനിക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു മോനില്ല. അയ്യോ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്റെ പൊന്നു സരസ്വതി. നമ്മുടെ മോനെന്തേ കൃഷ്ണൂട്ടി? അവന്റെ കൈ എഴുണോ? ഓ, വിധിയും കഴിഞ്ഞ് കൈ കഴുകിയ. എന്താച്ചാ? ഒന്നിനുമല്ല, നിന്നെ ഒന്ന് കാണാനുള്ള മോഹം കൊണ്ടാ. ഇടയ്ക്കിടയ്ക്ക് നിന്റെ മുഖം അച്ഛൻ കണ്ടില്ലെങ്കിലേ നിന്റെ മുഖം അച്ഛൻ മറക്കൂടെ പൊന്നുകുട്ടാ. പൊന്നുമോൻ പിഷാരടി മാഷക്ക് ബ്രാൻഡി മേടിച്ചു കൊടുത്തോ? എന്താ രണ്ടാളും കണ്ണൂരിട്ടി കളിക്കണേ? അത് പിന്നെ വേണ്ട, വിശദീകരിക്കണ്ട. മക്കളായ ഇങ്ങനെ തന്നെ വേണം. പാര വെക്കുകയാണെങ്കിൽ അച്ഛനിട്ട് തന്നെ വെക്കണം. അവൻ അങ്ങനൊന്നും ഓർത്തിട്ടല്ല. മിണ്ടി പോവരുത്. പിഷാരടി മാഷക്ക് ബ്രാൻഡി വാങ്ങിച്ചു കൊടുത്ത് വശത്താക്കി കുറുപ്പ് മാഷ തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും മനപ്പായസം ഉണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാ മതി. എന്റെ ജോലി രാജിവെച്ചിട്ടായാലും ആ പെൺകുച്ചിന് ഞാൻ ജോലി കൊടുക്കും. മാധവൻകുട്ടിയെ കൊണ്ട് അവളെ കെട്ടിക്കുകയും ചെയ്യും. മുല്ലേത്ത് ബാലകൃഷ്ണക്കുറിപ്പായി പറയണേ. നിർത്തണോ? ഒരു ലിഫ്റ്റ്. യവനൊന്നും ഒരു വെളിവില്ലാതാണോ വണ്ടി ഓടിക്കുന്നത്? റോഡാണെന്ന ബോധം യവനില്ല. ചാകാനാണെങ്കിൽ വീട്ടിൽ കിടന്ന് ചത്തൂടെ? നീയാണോ? എടാ മണികണ്ട, എന്തിനാ കരയുന്നത്? വണ്ടി മുട്ടിയില്ലല്ലോ. എനിക്ക് തെറ്റുപറ്റിയടാ. തെറ്റിയിരിക്കാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നി. എനിക്ക് മാപ്പ് പറയണം. വേണ്ട, എന്നോട് മാപ്പൊന്നും പറയണ്ട. നിന്നോടല്ലടാ വേണ്ട. എനിക്ക് കുറുപ്പുമാട്ടെ കണ്ട് മാപ്പ് പറയണം. ആലോലാതി ചെറുക്കും കാരണം ഞങ്ങളുടെ സൗകര്യം നഷ്ടപ്പെട്ടടാ. എനിക്ക് വെറും കുറുപ്പുമാട്ട് രാജിവെക്കാൻ സമ്മതിക്കില്ലടാ. എനിക്ക് രാജിവെക്കണം. സത്യാണോ? സത്യം. എന്നാ വണ്ടി കയറ്. ആ, ചേട്ടനെ പോലെ വേഗം വിട്ടോ. ഡീസന്റ് പാർട്ടിയെ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. മാഷ് സ്കൂളിലേക്ക് തിരിച്ചോന്ന് ചോദിക്കട്ടെ. മാഷകത്തുണ്ടോ? അച്ഛൻ സ്കൂളിൽ പോയി. എന്ത്? പിഷാരടി മാഷിന് നിന്റെ അച്ഛനെ ഒന്ന് കാണണമെന്ന്. നീ എന്തിനാ അയാളെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? നമ്മൾ അയാളെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയ ഒരു അച്ഛൻ അറിഞ്ഞാൽ ഇവിടെ കിടത്തി പൊറപ്പിക്കൂല. അതിനല്ല, അയാൾക്ക് മാപ്പ് പറയണമെന്ന്. മാപ്പോ? ആ, എന്റെ മഹത്വം മൂപ്പർക്ക് വളരെ വൈകിയാണ് മനസ്സിലായതെന്ന്. എന്താ? അത് മാത്രമല്ല, കൃഷ്ണൻകുട്ടിയുടെ വാക്ക് കേട്ടത് തെറ്റായി പോയെന്ന് പറഞ്ഞ് ഭയങ്കര സെന്റിമെന്റ്സ്. ജോലി രാജിവെക്കുകയോ ലീവ് എടുക്കുകയോ എന്ത് വേണോ ചെയ്യാവുന്ന. നീ വണ്ടി എടുക്ക്. പിടിച്ചിരുന്നോ? ഞാൻ സ്പീഡ് വിടും. വേഗം മാഷിന്റെ അടുത്ത് നിന്ന് വിവരം പറ. ഈ പാവം പൊയ്ക്കോട്ടെ. കളിക്കുന്ന ഓട്ടമില്ല. പോകാൻ വയ്ക്കാം. രാജിവെക്കണതിനെ കുറിച്ച് മാഷ് ഒന്നുകൂടെ ആലോചിക്കും. അച്ഛൻ രാജിവെക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ നിന്റെ തള്ള രാജിവെക്കൂ. രണ്ടാളും രാജിവെക്കണ്ട. പിഷാരടി മാസ്റ്റർ വന്നിട്ടുണ്ട് അച്ഛനെ കണ്ട് മാപ്പ് പറയാൻ. ഇപ്പൊ എന്തായി? എന്നിട്ട് അയാളെവിടെ? പുറത്ത് ഓട്ടോയിലിരിക്കുക. കുടിക്കുന്നുള്ളൂ. ആള് സാധുവാ. അത്രേ ഉള്ളൂ. മാഷേ, ദേ അച്ഛൻ വിളിക്കുന്നു. മാഷേ, പിഷാരടി മാഷേ, ദേ അച്ഛൻ മാഷേ. അയ്യോ, മണിയന്താ, മണിയന്താ. അയ്യോ, മാഷേ, മണിയന്താ, പറഞ്ഞേ. മാഷേ, മാഷേ, അയ്യോ, എന്ത് പറ്റി? പഠിച്ചോനെ മയ്യത്തായി എന്നാ തോന്നുന്നത്. അയ്യോ, എന്ത് കൊടുത്താടാ നിങ്ങൾ ഇയാളെ കൊന്നത്? ഞങ്ങളൊന്നും കൊടുത്തില്ല. അയ്യോ, ഞങ്ങളൊന്നും കൊടുത്തില്ല. സത്യമായിട്ടും. ഇതെന്താണ്? ഇത് ടിക്-20. എന്റെ ഈശ്വര, ടിക്-20 കളിക്ക് കൊടുത്തോടാ ദ്രോഹികളെ. അയ്യോ, ഇതെന്റെ വണ്ടിയിലെ മോട്ടോയ്ക്ക് അടിക്കാൻ വേണ്ടി വച്ചിരുന്നതാ.
ഇനി ദാഹിച്ചപ്പോഴാണ് അടുത്ത് കുടിച്ചു കാണോ? ദാഹിക്കുമ്പോ ടിക്റ്റന്റ് ആണ് എടുത്ത് കുടിക്കേണ്ടത്. പിന്നെ എന്തിനാ ഇത് കുടിച്ച്? എല്ലാരും പറയും പിശാചിനെ കൊന്നിട്ടിരിക്കണ. ഞങ്ങൾ നിരപരാധികളാണ്. അയ്യോ അയ്യോ പിശാചുകളെ കൊന്നു ആരെങ്കിലും പോലീസിനെ താൻ ആ മലപ്പുറം സുലൈമാൻ കേസിലെ പ്രതിയല്ലേ? അല്ല, ഞാൻ ഈ സ്കൂളിലെ പ്രതിയാ. അല്ല, ഞാൻ ഇവിടുത്തെ പ്യൂണാണ് സാർ. പിന്നെന്തിനാ എന്നെ കണ്ടപ്പോ താൻ മുഖം തിരിച്ച് നടന്നു കളഞ്ഞത്? മുഖം തിരിച്ചാൽ ഞാൻ തന്നെ ഒന്നായിട്ട് തരാം. ഞാൻ ലേശം ചായ വാങ്ങാൻ പോവായിരുന്നു. തന്റെ പേരെന്താ? അന്ത്രു. താനാണ് ഈ ടിക്ടോണ്ടി അല്ലേ? അത് ഇവിടുത്തെ കുരുത്തം കേട്ട കുട്ടികളെ കളിയാക്കാൻ വിളിക്കുന്നതാണ്. അല്ലാതെ പിഷാടി മാഷിനെ കൊല ചെയ്തത് താനല്ലേ? പടച്ചോനെ, നമ്മള് മലക്കുകളും കൂടി അറിയാത്ത കാര്യമാണല്ലേ. ടിക്ടന്റി ആണ് പിഷാടി മാഷിനെ കുടിപ്പിച്ചെന്നാണല്ലോ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് നമ്മൾ ഉദ്ദേശിച്ചല്ല. അവന്മാര് കലക്കി കൊടുത്ത ശരിക്കുള്ള മരുന്നിന്റെ പേരാണ്. യവന്മാര്? നമ്മൾ മാധവൻകുട്ടി മണിയണ്ടനും. ഓഹോ, ഹെഡ് മാസ്റ്റർ അകത്തുണ്ടോ? ഇല്ല, വക്കീലിനെ കാണാൻ വേണ്ടി പോയിരിക്ക. വക്കീലിനെ കാണാനോ? അതെ, കുറുപ്പ് മാസം 1-ാം കെട്ടിലെ മോനാണല്ലോ മാധവൻകുട്ടി. മുൻകൂർ ജാമ്യം എടുക്കാനായിരിക്കും. കുറുപ്പ് മാസ്റ്ററുടെ വീട് എവിടെയാ? നമ്മൾ ആസ്പത്രിന്റെ ഇടത്തെ റോഡിലൂടെ ഇറങ്ങി വലത്തോട് തിരിഞ്ഞാൽ 1, 2, 3 5-ാമത്തെ വീടാ. താൻ പൊയ്ക്കോ. അത കഴിച്ചില്ലായി. പിഷാടി മാഷയുടെ കൊണ്ടുവന്നാരാ? മണികണ്ഠൻ. മണികണ്ഠനോ? മാധവൻകുട്ടി ഉണ്ടായിരുന്നു. ഓ,